നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവരെന്താ ഇവിടെ? വിഷ്ണുവച്ചനെ രക്ഷിക്കണേ, വിഷ്ണുവച്ചന് ആപത്തൊന്നും വരുത്തരുതേ, വിഷ്ണുവച്ചനെ രക്ഷിക്കണേ. ഓം നമ ശിവായ, ഓം നമ ശിവായ. വിഷ്ണുവേട്ടൻ മാനസികമായി തകർന്ന അവസ്ഥയില. എങ്ങനെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നറിയാതെ ആ പാവം ഓരോന്ന് ആലോചിച്ചു കൂട്ടുക. ചന്ദ്രബോസ് തന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ വിഷ്ണുവേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അയാളുടെ ഉള്ളിലെ പക മുഴുവനും അയാൾ പുറത്തെടുക്കും. അതിനു മുമ്പ് ഏതെങ്കിലും രീതിയിൽ വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവരണം. തന്റെ കളക്ടർ പദവി ഒന്നുകൊണ്ട് മാത്രമാ ACP അടങ്ങി നിൽക്കുന്നത്. പക്ഷെ അയാളുടെ ചട്ടക്കൂടിൽ വിഷ്ണുവേട്ടൻ സുരക്ഷിതനല്ല. അവിടെ നിന്നും എന്ത് മാർഗം ഉപയോഗിച്ചും വിഷ്ണുവേട്ടനെ പുറത്തു കൊണ്ടുവരണം. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളിൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന വഴിപാട് ശിവന് ധാരയർപ്പിക്കലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചെയ്താൽ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയുന്നത്. എന്റെ മകൻ വിഷ്ണുവിന് വേണ്ടി എനിക്ക് വഴിപാട് നടത്തണം. കരഞ്ഞ് സങ്കടം പറയണം. ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിക്കണം. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് എന്റെ മകനെ ബലിയാടാക്കരുതെന്ന് കേണപേക്ഷിക്കണം. ശിവായ, ഓം നമ 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 ശിവായ. ഇവരെന്താ ഇവിടെ? വിഷ്ണുവച്ചനെ രക്ഷിക്കണേ, വിഷ്ണുവച്ചന് ആപത്തൊന്നും വരുത്തരുതേ, വിഷ്ണുവച്ചനെ രക്ഷിക്കണേ. എന്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണേ. എന്റെ ഭഗവാന്, എന്റെ മകൻ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കട്ടെ. അവരുടെ വിഷ്ണുവച്ചനല്ലേ, മറ്റൊരാളുടെ ബിഗ് ഫ്രണ്ടും. പ്രാർത്ഥിക്കട്ടെ. എന്നേക്കാൾ മുമ്പേ ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ. ആര് പ്രാർത്ഥിച്ചാലും എന്റെ മകന് ലാഭത്തും കൂടാതെ പുറത്തു വരണമെന്ന് എനിക്കുള്ളൂ. എന്റെ മകനെ വെറുതെ വിടണം. ആ ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. ഓം നമ ശിവായ, 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 ഓം നമ ശിവ. ദേ സത്യമ്മ, സത്യമ്മേ ശിവന് ധാര ചെയ്യാൻ വന്നതാ. അതെ, ഞങ്ങളും വന്നത് അതിനാ. വിഷ്ണുവച്ചനെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയാ ഈ വഴിപാട് കഴിപ്പിക്കുന്നത്. ഞാനും വന്നത് അതിന് തന്നെയാ മക്കളെ.
എന്നാ വാ സത്യാമ്മേ, സത്യാമ്മയ്ക്ക് വെള്ളം ഞങ്ങള് കോരിത്തരാം. മോള് വെള്ളം കോരി ക്ഷീണിച്ചതല്ലേ, വിഷമിച്ചതല്ലേ? എത്ര വിഷമിച്ചാലും കുഴപ്പമില്ല, വിഷ്ണുവച്ചന് വേണ്ടിയല്ലേ. ശരിക്കും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ വന്നത്. നല്ലോണം കഷ്ടപ്പെട്ടാലേ ഭഗവാൻ കണ്ണു തുറക്കുള്ളൂ എന്നാ പറഞ്ഞു കേട്ടത്. എന്ന് വെച്ച് സത്യാമ്മ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ധാര ചെയ്യാനുള്ള വെള്ളം ഞാനും പപ്പിയും കൂടെ കോരിത്തരാം. സത്യാമ്മ വഴിപാട് പ്രാർത്ഥനയോടെ നടത്തിയാ മതി. എന്റെ മക്കളെ, നിങ്ങളുടെ ഈ ഒത്തൊരുമയും സ്നേഹവും കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഇതൊന്നും കാണാനും അംഗീകരിക്കാനും എനിക്ക് കഴിഞ്ഞില്ലല്ലോ. കൂട്ടുകാരായ ഇങ്ങനെ വേണം. ഒരാപത്ത് വരുമ്പോ കൂടെ നിന്ന് സഹായിക്കണം. പപ്പി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമല്ല സത്യാമ്മേ, ബിഗ് ഫ്രണ്ട് രക്ഷിക്കേണ്ട എന്റെയും കടമയാ. അതിനുവേണ്ടിയാ ഈ വഴിപാട് നടത്താൻ പോകുന്നത്. എനിക്കിപ്പോ പകുതി സമാധാനായി. നിങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഭഗവാന് കഴിയില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന പ്രവൃത്തികൾ അംഗീകരിക്കാതിരിക്കാനും അവർക്ക് സാധിക്കില്ല. മക്കളുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ വിഷ്ണു അച്ഛൻ പുറത്തു വരും. എന്നാ സത്യാമ്മയ്ക്ക് ധാര ചെയ്യാൻ ഞങ്ങൾ വെള്ളം എടുത്തോണ്ട് വരട്ടെ? സത്യാമ്മ ഈ വെള്ളം കൊണ്ട് ദാനം ചെയ്തോ, ഞങ്ങള് വേറെ വെള്ളം എടുത്തോണ്ട് വരാം. വാ പപ്പി, നമുക്ക് എടുത്തോണ്ട് വരാം. ഇതുവരെ ഞാനൊരു മൂഢലോകത്തായിരുന്നു ഭഗവാനെ. തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം ഞാനിപ്പോ ഈ അനുഭവിക്കുന്നത്. പക്ഷെ അത് എന്റെ മോനെ കുരുതി കൊടുക്കുന്ന രീതിയിലാവരുത്. എന്നെ ശിക്ഷിച്ചോളൂ. എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എല്ലാ സങ്കടങ്ങളെ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ഈ ഉള്ളവളോട് കരുണ കാണിക്കണം. എന്റെ മകൻ വിഷ്ണു നിരപരാധിയ. അവനൊരു ഉറുമ്പിനെ പോലെ നോവിക്കാത്തവന്. എന്നെ കൈവിടരുത്, എന്റെ മോനെ കൈവിടരുത്. അവൻ എന്നോട് കാണിക്കുന്ന ഈ വെറുപ്പ് അവന്റെ അവസ്ഥയിൽ നിന്നുണ്ടായത്. അതിന് ഞാൻ തന്നെയാ കാരണം. എന്നെ അവൻ വെറുത്തോട്ടെ, എന്റെ മുഖത്ത് പോലും നോക്കാതെ നടന്നോട്ടെ. പക്ഷെ അവൻ എന്റെ മകനല്ലാതെ ആവുന്നില്ലല്ലോ. ഭഗവാന്, എന്റെ കുട്ടി തിരിച്ചു വരണം. അവന്റെ ആ സന്തോഷം തിരിച്ചു കൊടുക്കണം. അതിന് ഭഗവാൻ കടാക്ഷിക്കുക തന്നെ വേണം. സത്യാമ്മേ, ഇതുവരെ വെള്ളം ഒഴിച്ചില്ലേ? ഇത് നിർത്താതെ ഓം നമ ശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നെറുകയിൽ ഒഴിക്കണം. ഭഗവാന്റെ നെറുക നടക്കുമ്പോ നമ്മുടെ പ്രശ്നങ്ങൾ കുറയുമെന്നാ പറയുന്നേ. ഭഗവാന്, ഈ കുട്ടികളുടെ തിരിച്ചറിവ് പോലും നീ എനിക്ക് തന്നില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.